ഹലോ. അപ്പോൾ ഗൈസ് ഇന്നൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഉലുവ ഹെയർ പാക്കാണ് ഇന്ന് യൂസ് ചെയ്തത്. ഞാൻ വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. ആ വാഷ് ചെയ്യുന്ന ദിവസം ഞാൻ എന്തെങ്കിലും ഹെയർ പാക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉലുവേൻ്റെ ഒരു ഹെയർ പാക്കാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക വെച്ചാൽ ഞാൻ ഉലുവ പൊടിയില്ലേ അത് രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് അരച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പം ഉലുവയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് വെള്ളത്തിലിട്ട് പിറ്റേന്ന് അരക്കേണ്ടതായിരിക്കും കേട്ടോ നന്നാവുക. അതാകുമ്പോൾ നന്നായിട്ട് അരിഞ്ഞു വന്നോളും. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൽ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പും ഞാനൊരു ലോങ് വീഡിയോയിൽ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നന്നായിട്ട് പറയണില്ല. അപ്പോൾ അത് കണ്ടുങ്ങാണ്ട് ഇത് വന്ന് കാണുന്നതായിരിക്കും കേട്ടോ നന്നാവുക. അപ്പം ഞാൻ അതിലേക്ക് ആ ഒരു അരച്ചെടുത്ത മിക്സിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ അരച്ചെടുത്തത്. അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ആയിരിക്കും കേട്ടോ ആഡ് ചെയ്യുന്നത് നന്നാവുക. ഓക്കെ, അത് ആഡ് ചെയ്തുങ്ങാണ്ട് മിക്സ് ആക്കിങ്ങാണ്ട് തേക്കുക. ഓരോ നമ്മൾ സ്കാൽപ്പിലായിരിക്കണം മെയിൻലി തേക്കേണ്ടത് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും അതുപോലെ തന്നെ റൂട്ടൊക്കെ സ്ട്രെങ്തൻ ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഇച്ചി സ്കാൽപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ഇല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഡ്രൈയോ അല്ലെങ്കിൽ ഫ്രിക്സി ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹണി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കാൽപ്പോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ആഗ്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ തിക്കൻ ആവാണ് വേണ്ടത് എങ്കിൽ കുറച്ച് കറി ലീവ്സ്, അതായത് ഒരു കൈ ഫുള്ളും കറി ലീവ്സ് ഈ ഒരു എന്താ പറയുക നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ മുന്നേ അതിൽ ആഡ് ചെയ്തുകൊണ്ട് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത് വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ്, നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടില്ല എങ്കിലും, അതായത് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് തലേന്ന് പോകാൻ ഭയങ്കര പണിയാണ്. നമ്മളുടെ കയ്യിലൊക്കെ ഒരു കൊഴുപ്പുണ്ടായിരിക്കും കേട്ടോ ആ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു വെള്ളം തലയിൽ വന്നാൽ വേഗം ജലദോഷം പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഇത് പെട്ടെന്ന് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയുന്ന ഓട്ടം നന്നാവുക. അല്ലാത്തവർ ഒരു 30 to 45 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്നിട്ട് വാഷ് ചെയ്ത് കളയുക.